CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനിൽകുമാർ, കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ച ഒരു ചോദ്യമാണ്, ഹൂ ഈസ് ദിസ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇതേ ചോദ്യം തന്നെയാണ് കേരള സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നോ വന്ന ഒരു പോറ്റി എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു, അതിന്റെ പേരിൽ സർക്കാരിനെ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചു. കാര്യം വളരെ വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരോ ഉണ്ട്, അതാരാണെന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ 2011 പ്രശാന്ത് പറഞ്ഞ 2019 മുതൽ ഈ സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, അക്കാര്യത്തിൽ അന്വേഷണം വേണം. ഇവിടെ ഉയർന്ന ചോദ്യമാണ്, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഇയാളുടെ ഉദ്ദേശം? ആരാണ് ഇയാളുടെ പിന്നിൽ? ഒന്നാമതായി, ശബരിമല അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ എത്രത്തോളം അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് ഈ വിവാദം തെളിയിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വ്യക്തികൾ തങ്ങൾക്ക് അയ്യപ്പനോട് ഭക്തിയുണ്ട്, അതിന്റെ ഭാഗമായി തങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് അവരുടെ വ്യക്തി താല്പര്യത്തിന്, സ്വാർത്ഥ താല്പര്യത്തിന് ക്ഷേത്ര വിശുദ്ധിയെ നശിപ്പിക്കുന്ന വിധം തെറ്റായി അതിനെ ഉപയോഗിക്കുന്ന ഒരു അവസരമാണ്, ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിൽ നാം പഠിക്കുന്ന പാഠം എന്താണ്? അയ്യപ്പ സംഗമത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് വെച്ചത് ആ ക്ഷേത്രത്തിന്റെ വികസനത്തിന് ഇതാണ് ഞങ്ങൾക്കൊരു പദ്ധതി, ഇതിനോട് സഹകരിക്കേണ്ടവർക്ക് ദേവസ്വം ബോർഡുമായി നേരിട്ട് ഇടപെടാം, ഇത്തരം പോറ്റിമാർ ഇടനിലക്കാരായി നിന്ന് പണപ്പിരിവ് നടത്തേണ്ടതില്ല, ശബരിമല സന്നിധാനത്ത് ഭക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞ് ആഗോളമായി പിരിവ് നടത്തുന്ന ചില സംഘങ്ങളുണ്ട്, ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ നടത്തുന്ന സംഘങ്ങൾ. ഒരു പണപ്പിരിവ് നടത്തുന്നത് എത്രത്തോളം രൂപ ഇവിടെ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. വിദേശ രാജ്യങ്ങളിൽ ഈ പണപ്പിരിവ് നടത്തുന്നുണ്ട്. അവർക്കെല്ലാം നേരിട്ട് ദേവസ്വം ബോർഡുമായും ശബരിമലയുമായും ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ് അയ്യപ്പ സംഗമത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മൂടിവെക്കാനും മറയ്ക്കാനുമാണ് മുമ്പത്തെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിവാദത്തെ എടുത്തുയർത്തി സർക്കാരിനെ തകർക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ കോൺഗ്രസും BJPയും ഒരുമിച്ച് ശ്രമിച്ചത്. പന്തളത്തെ തീവ്രവാദ സംഗമത്തെ അതിനായിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പൊ ഈ വിവാദം വരുമ്പോൾ യാഥാർത്ഥ്യ കാര്യം എന്താണ്? വിജയമല്യയുടെ കാലത്ത് ഏതാണ്ട് 30 കിലോ സ്വർണം ഉപയോഗിച്ച് ക്ഷേത്രമാകെ സ്വർണം പൂശിയിട്ടുണ്ട്. അതിന് 3000-ഓളം കിലോ ചെമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 3000 കിലോ ചെമ്പും 30 കിലോ സ്വർണവും ചേർത്താണ് അതാകെ ശ്രീകോവിലടക്കം പൂശിയെടുത്തത്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഇത് മുഴുവൻ സ്വർണമായിരുന്നു, അതിന് 3 കിലോ കാണാനില്ല. യാഥാർത്ഥ്യം അതല്ല. ആകെ ആ ശ്രീകോവിൽ ഉൾപ്പെടെ മൊത്തം പൂശിയത് 30 കിലോ സ്വർണം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണക്കുള്ള കാര്യങ്ങളാണ്. അതിൽ സ്വർണം പൂശിയൊരു ഭാഗത്തെ ദ്വാരപാലക ശില്പത്തോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് അടർത്തി കൊണ്ടുപോയത്. അത് 2019 കൊണ്ടുപോകുമ്പോൾ തന്നെ ആ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് കാണണം. ഉത്തരവ് വ്യക്തമായി പറയുന്നു, ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ ഇവര് കൂട്ടായി തന്ത്രിയുടെ അനുവാദം വാങ്ങി ആചാരപ്രകാരം ഇത് കൈകാര്യം ചെയ്യേണ്ടതാണ്. അന്ന് അത് കൊണ്ടുപോയി ശുദ്ധീകരിക്കുന്നതിന്, നവീകരിക്കുന്നതിന് ആവശ്യമായ ടെക്നോളജിയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ വർക്ക് നടക്കുമ്പോൾ അതിന്റെ സന്നിധാനത്തൊരുക്കി. പിന്നീടാണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളിലൊന്നും വന്നപ്പോൾ അതേ രീതിയിലുള്ള പ്രക്രിയ അവിടെ സാധ്യമല്ല. കാരണം ഇത് പ്ലേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ലായനിയിൽ ചേരുന്നതാണ്. അതവിടെ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുന്നതിനുള്ള അനുവാദത്തിന്റെ അടക്കം പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടുപോകുക എന്നൊരു തീരുമാനമെന്നെടുത്തു. കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥ മേൽനോട്ടത്തിൽ കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിരിക്കുന്നത്. അത് കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വ്യക്തിപരമായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടെങ്കിൽ അത് വ്യക്തിപരമായി ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. അതിന് കാരണം എന്താണെന്ന് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. അങ്ങനെ കൊണ്ടുപോയതിൽ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവന്നതാണ് അടുത്ത ചോദ്യം. അതിന് പ്രധാനമായിട്ടും നാം കാണുന്നൊരു കാര്യം, 40 കൊല്ലത്തേക്ക് ഇത് അതേ രീതിയിൽ നിലനിർത്താനുള്ള ഒരു ANC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അല്ലെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി, ഇൻഡെംനിറ്റി ബോണ്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ മദ്രാസിയിലെ സ്ഥാപനം നൽകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, മുതലുകൾ അപഹരിക്കപ്പെടുകയില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൽ ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുണ്ടോ? മൂന്നാമത്തെ കാര്യം, പീഠങ്ങൾ 2 സെറ്റുണ്ട്. ഒരു സെറ്റ് പീഠങ്ങൾ അവിടെ തന്നെ സ്ഥാപിക്കപ്പെട്ടു, ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചതാണ്, അത് അപഹരിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ സെറ്റ് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചെന്നും അത് കാണുന്നില്ലായിരുന്നു പോറ്റിയുടെ വാദം, അത് കളവായിരുന്നു. ഇത് പരാതിപ്പെടുമ്പോൾ അയ്യപ്പ സംഗമത്തിന് കുറച്ചു ദിവസം മുമ്പാണ്. അപ്പൊ വിവാദത്തിലാക്കണം ഇതിനെ. വിവാദത്തിലാക്കിക്കൊണ്ട് ശബരിമലയിൽ അരുതാത്തത് നടക്കുന്നു LDF ഭരണകാലത്ത് എന്ന ആവശ്യം കോൺഗ്രസിനും BJPക്കുമുണ്ട്. അപ്പോൾ കോൺഗ്രസിനും BJP ആണോ പോറ്റിയുടെ പിന്നിൽ നമുക്കറിയില്ല.
അതും പുറത്തു വരേണ്ട വസ്തുതയാണ്. എന്തു വന്നാലും ഒറ്റക്കെറ്റയ്ക്ക് ഓരോ പോറ്റിമാർ വന്ന് ഇത്തരം കാര്യങ്ങളിൽ ശബരിമല വിവാദത്തിലാക്കാൻ പാടില്ല. അവിടെ ഇന്ന് നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും അയ്യപ്പ സംഗമത്തിലൂടെ ഉണ്ടാക്കിയ മാർഗരേഖയുടെ തെളിച്ചത്തിൽ ഒരു പുതിയ രീതിയിലേക്ക് ദേവസ്വം ബോർഡ് ആ ശബരിമലയെ നയിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2025 എങ്ങനെയാണ് ഇത് നവീകരിക്കാൻ വേണ്ടി വീണ്ടും ചെന്നൈയിലേക്ക് പോയത്? കൂടെ ദേവസ്വം ഉദ്യോഗസ്ഥർ പോയില്ലേ? കമ്മീഷണർ പോയില്ലേ? കൂടെ തിരുവാഭരണ കമ്മീഷണർ പോയില്ലേ? ഉദ്യോഗസ്ഥന്മാർ പോയില്ലേ? ആ മാതൃക എന്തുകൊണ്ട് 99 ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചില്ല? അന്നും ദേവസ്വം ബോർഡ് ഒന്നാണ്. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഒന്ന് തന്നെയാണ്. 2 ഉത്തരവ് എന്നൊന്നുമില്ല, ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഒരേ രീതിയിലാണ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തത്. ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് ഉദ്യോഗസ്ഥർ തന്നെയാണ് മറുപടി പറയേണ്ടത്. അത് ദേവസ്വത്തിന്റെ വിജിലൻസ് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഭാഗമാണ്. കേരള സർക്കാരിന്റെ പോലീസ് സേനയിലെ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലാണിത്. അവരാണ് ഇതുവരെ കണ്ടുപിടിച്ചത്. ബാക്കിയും കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ വിജിലൻസിനെ സർക്കാരും ഹൈക്കോടതിയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അതിൽ മികവാർന്ന അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആത്മാഭിമാനത്തോടെ ഓരോ അയ്യപ്പ വിശ്വാസിക്കും ശരിയായ കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കൂ എന്ന് ഉറപ്പു നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്നിവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഇതെല്ലാം തെളിയിക്കുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്ത് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ് പുതുതായി ഉണ്ടായ വിവാദം. ഏതായാലും ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ചുമതലപ്പെടുത്തിയത് ആരാണോ, ഏത് തരത്തിൽ വിവാദമുണ്ടാക്കി ദേവസ്വം ബോർഡിനെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചു. പക്ഷേ ഫലത്തിൽ ഈ വിവാദം ചില കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനും ആ കള്ളന്മാർക്ക് പിന്നിലുള്ളവരെ തിരിച്ചറിയാനും ഒരു അവസരം കൂടി വന്നു ചേർന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ആരംഭിച്ച് ഒരാളിൽ അവസാനിക്കുന്നതല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ശിങ്കിടി സംവിധാനം. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത്തരം ആളുകളെ ഓരോരുത്തരെ ഒഴിവാക്കുന്നതിൽ തുടർച്ചയായി LDF സർക്കാരുകൾ വിജയിച്ചു. അതായിരുന്നു യാഥാർത്ഥ്യം. അത് ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുന്നു. നിങ്ങൾക്കൊരു സിസ്റ്റത്തെ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി മാറ്റാനാവില്ല. ഇപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഇത് കൈകാര്യം ചെയ്തത് കുറ്റമറ്റ നിലയിലാണ്. അതിനെക്കുറിച്ച് പരാതിയില്ല. ഈ വിവാദം വരുന്ന മുമ്പാണ് അത് കുറ്റമറ്റ നിലയിൽ കൈകാര്യം ചെയ്തത്. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ സംവിധാനം കൃത്യമായിരിക്കുന്നു. 10 കൊല്ലം മുമ്പ് ആ സംവിധാനത്തിൽ വീഴ്ചയുണ്ടായത് ദേവസ്വം ബോർഡിനാണോ ഉദ്യോഗസ്ഥർക്കാണോ ചോദ്യം. ഞാൻ ശ്രീ A. പത്മകുമാർ അധ്യക്ഷനായിരുന്ന കാലത്ത് ഉത്തരവിന്റെ കോപ്പി ഞാൻ വായിച്ചു. അതിൽ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നത് ചെമ്പുപാളി എന്ന് പറഞ്ഞാൽ ചെമ്പിൽ സ്വർണം പൂശിയതുള്ള ലോകത്തെ എല്ലാവർക്കും അറിയാം. 3000 കിലോ ചെമ്പില് 30 കിലോ സ്വർണം പൂശിയതാണ് വിജയമല്യയുടെ പദ്ധതി. അല്ലാണ്ട് 3000 കിലോ സ്വർണമല്ലല്ലോ അവിടുത്തെ പദ്ധതി. ആ പദ്ധതിയിൽ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയിരുന്നു. അതിന്റെ പ്രഭ കെട്ടുപോയി. ചെമ്പിന്റെ പ്രഭയല്ല, സ്വർണത്തിന്റെ പ്രഭയാണ് കെട്ടുപോയത്. അപ്പൊ എന്ത് ചെയ്യണം? അത് നവീകരിക്കാൻ തമിഴ്നാട്ടിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ കരാറെടുത്ത സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? സ്പോൺസർ ഒരാൾ, അദ്ദേഹത്തോടൊപ്പം ഇതിന്റെ കസ്റ്റോഡിയനാണ് തിരുവാഭരണ കമ്മീഷണർ. ഇതിന്റെ ഒപ്പം തന്നെ പോകേണ്ട ആളാണ് ദേവസ്വം കമ്മീഷണർ, ഉദ്യോഗസ്ഥന്മാർ. ഇവരെല്ലാം പോകണമെന്നല്ലേ തീരുമാനിക്കപ്പെട്ടത്. അങ്ങനെ തീരുമാനിക്കപ്പെട്ടിടത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു വിട്ടു അല്ലെങ്കിൽ പിൻവാങ്ങിയെങ്കിൽ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയില്ല. അതാണ് പുറത്തു വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അന്നും ഒരേ സ്റ്റാൻഡ് എടുത്തത്. പക്ഷെ ഉദ്യോഗസ്ഥ വീഴ്ച ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യും. അതാണ് ഇപ്പോ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ.